ഓൾ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമ്മുടെ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ട്രേഡിംഗ് അർജുൻ എന്ന യൂട്യൂബ് ചാനലാണ്. നമ്മളിപ്പം ഡെയിലി മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡെയിലി അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ ജസ്റ്റ് ഒരു സൈഡ് വേസ് ആയിരുന്നു. ആക്ച്വലി മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയി നമുക്കൊരു 5 മിനിറ്റ്സിൽ ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്യാം. ജസ്റ്റ് മാർക്കറ്റ് എന്താണ്, ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പണായി. അത് കഴിഞ്ഞിട്ട് എന്താണ്, മാർക്കറ്റ് ജസ്റ്റ് ഒരു സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഇന്ന് വലിയ മൊമെൻറ്റം കാര്യങ്ങൾ ഇല്ലായിരുന്നു ഇതിൽ. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മൊമെൻറ്റം കാര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ എന്താണ്, നമുക്ക് നിഫ്റ്റിയിൽ മൊമെൻറ്റം കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അപ്പം നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ലെവൽ സ്വീപ്പ് ആയതിനു ശേഷം മാർക്കറ്റ് എന്താണ് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. സെയിം ഇങ്ങനെയാണ് എന്താണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിൽ നല്ലപോലെ വർക്കാവുന്നത്. അതായത് മറ്റുള്ളവരുടെ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് നെക്സ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി എവിടെ ഉണ്ടോ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. നെക്സ്റ്റ് ഇനി മാർക്കറ്റിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനി നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ലിക്വിഡിറ്റി ലെവൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഈ ഒരു ലെവൽ 53,738 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവലാണ്. അത് കഴിഞ്ഞിട്ട് താഴത്തെ ഒരു ലെവൽ ഏതാണ്, 53,335 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കിനും മാർക്കറ്റിൽ വരുന്ന ഒരു റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ ഇവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും, ആ ഒരു ട്രേഡ് ആയിരിക്കും നോക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കിയിട്ട് പിന്നെ നമുക്ക് അതർവൈസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് മാർക്കറ്റിൽ ഒരു അപ്പ് സൈഡിലോട്ടൊരു ട്രേഡും കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു രണ്ട് ലിക്വിഡിറ്റി നാളത്തേക്ക് വരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. നമുക്കിപ്പോൾ നിഫ്റ്റിയിൽ വരുന്ന രണ്ട് ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത് നിഫ്റ്റിയിലും സെയിം നമുക്ക് ഇന്ന് വന്നേക്കുന്ന ഒരു ലിക്വിഡിറ്റി ലെവൽ എന്ന് പറയുന്നത് ഏതാണ്, അപ്പ് സൈഡിലോട്ടുള്ള ഈ ഒരു പോയിന്റ്, ഈ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് അപ്പ് സൈഡിലോട്ടുള്ള ഒരു ലിക്വിഡിറ്റി ലെവലെന്ന് പറയാൻ. പിന്നെ ഡൗൺ സൈഡിൽ നമുക്ക് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എത്രയാണ്, 24,497. നിയർലി ഒരു 500, 24,500. അപ്പോൾ ഇനി ഈ ഒരു ലെവലും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ മൂന്ന് ലെവൽസാണ് എന്താണ് നിഫ്റ്റിയിൽ നാളത്തേക്ക് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽസ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ലെവൽസിൽ മാർക്കറ്റ് വരുമ്പോഴത്തേക്കിന് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രേഡും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബിറ്റ് കോയിനിലും നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രേഡിങ് കാര്യങ്ങളൊക്കെ. ബിറ്റ് കോയിനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ എന്താണ് നല്ലപോലെ തന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട് ബിറ്റ് കോയിനിൽ. സോ ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു ബ്രോക്കറുണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ലിങ്ക് വഴി ഓപ്പൺ ആയതിനു ശേഷം എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അപ്പം ഞാൻ ഓപ്പൺ ആക്കുന്ന ട്രേഡ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ അല്ല, അല്ലാതെ ട്രേഡ് ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.